പിണ്ടികുത്തി പെരുന്നാൾ അഥവാ പിണ്ടിപ്പെരുന്നാൾ കുന്നംകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒഴിവാക്കാനാകാത്ത ആഘോഷങ്ങളിൽ ഇന്ന് പിണ്ടിപ്പെരുന്നാൾ മുന്നിൽ തന്നെയുണ്ട്. ക്രിസ്തുവിൻ്റെ മാമോദീസയാണ് ധനഹാ പെരുന്നാൾ എന്നാണ് വിശ്വാസം. കേരളത്തിൽ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ പെരുന്നാളിൻ്റെ മധ്യ കേരളത്തിലെ വേർഷനാണ് പിണ്ടിപ്പെരുന്നാൾ. തെക്കൻ ജില്ലകളിൽ രാക്കുളി പെരുന്നാളെന്നും ചിലയിടങ്ങളിൽ കമ്പംമെട്ട് പെരുന്നാളെന്നൊക്കെ ഈ പെരുന്നാളിനെ വിളിക്കാറുണ്ട്. ഡിസംബർ 25 തുടങ്ങുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനം കൂടിയാണ് പിണ്ടിപ്പെരുന്നാൾ. പിണ്ടി കുത്തുന്നതിനും കത്തിക്കുന്നതിനൊക്കെ കുന്നംകുളത്തുകാർക്ക് പ്രത്യേക രീതികളൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റസംഖ്യയുള്ള തിരികളായിരിക്കണം ഉപയോഗിക്കേണ്ടത്, കിഴക്ക് നിന്നായിരിക്കണം കത്തിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെ പോകുന്നു പല രീതികൾ. കാലം മാറുമ്പോൾ പിണ്ടികളുടെ രൂപത്തിനും മാറ്റം വരുന്നുണ്ട്. ദീപങ്ങൾക്ക് പുറമെ നല്ല വർണ്ണശബളമായ കൊടികളും ഇലക്ട്രിക് ബൾബുകളും ഉപയോഗിച്ചിട്ടുള്ള പിണ്ടികൾ ഇന്ന് കുന്നംകുളത്ത് വന്നാൽ കാണാൻ പറ്റും. ഈ കാണുന്ന അമ്പലം പള്ളിയുടെ വരവോട് കൂടിയിട്ട് പള്ളിയുടെ സ്ഥാപന പെരുന്നാളും പിണ്ടിപ്പെരുന്നാളും ഒന്നായി മാറിയിട്ടുണ്ട്. എങ്ങനെ പോയാലും കുന്നംകുളത്തുകാർക്ക് ഇത് ആഘോഷിക്കാനുള്ള 2 ദിവസങ്ങളാണ്. പിണ്ടിപ്പെരുന്നാൾ ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് കരിമരുന്ന് പ്രയോഗം, മറ്റൊന്നാണ് പാച്ചോറ്. എല്ലാ വീടുകളിലും കുന്നംകുളത്ത് ഈ 2 ദിവസവും ഇത് കാണാം. ഓരോ കൊല്ലം കഴിയുന്തോറും പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങളുടെ പ്രൗഢി കൂടി വരികയാണ്. എന്നാൽ ഇത്തവണ എന്നെ ഞെട്ടിച്ചത് ഇപ്പോൾ വരാൻ പോണ ഒരു ആനയാണ് കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് ഒറിജിനൽ ആനയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴല്ലേ സംഗതി മനസ്സിലായിട്ടുള്ളത്. ഏതോ ഒരു കലാകാരൻ്റെ കൈവിരുതിൽ പിറന്ന ആനയായിരുന്നു ഇത്. ഒറിജിനൽ അല്ല എന്ന് മനസ്സിലായപ്പോൾ പുറത്തു വന്ന ധൈര്യമാണിതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പം ശരി എന്നാ.